ഹലോ കൂട്ടുകാരെ, അപ്പോൾ ജീനാസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് വെച്ചാൽ, ഓണമൊക്കെ അല്ലേ വരാൻ പോണത്. മിക്ക ആൾക്കാർക്കും അറിയാം, കുക്കിംഗ് എല്ലാവർക്കും ഏകദേശം അറിയാം. എന്നാൽ കൂടി അറിയാത്ത ചില ആൾക്കാരും കൂടി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോണത്. ഇന്ന് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ പോണത് അവിയലാണ് കേട്ടോ. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒട്ടും അറിയാത്ത ആൾക്കാർക്കൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലിന് ആവശ്യമുള്ള ചേരുവകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് പച്ചപ്പയർ എടുക്കാം, പിന്നെ ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, അതുപോലെ അവരയ്ക്ക, ബീൻസ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചേന, വാഴയ്ക്ക. ഇതെല്ലാം ഇതേപോലെ തന്നെ അവിയലിന് കട്ട് ചെയ്യണം കേട്ടോ. അതാണ് അതിന്റെ ഒരു രീതി, ഭംഗി. പിന്നെ നമുക്ക് അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങളാണ് തേങ്ങ, അരമുറി തേങ്ങ, ചെറിയ ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനായ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണിത് കേട്ടോ. നല്ല കട്ടി തൈര്, പുളി കുറഞ്ഞത് വേണം. പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഞാൻ മൺചട്ടിലേക്ക് വാഴയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വാഴയ്ക്ക നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും, പച്ചപ്പയർ, ക്യാരറ്റ്, ബീൻസ്, അവരയ്ക്ക, ചേന, വാഴയ്ക്ക എല്ലാം കൂടെ ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ബീൻസ് അധികം വെള്ളം ഒഴിക്കരുത്. കുറച്ച് പച്ചക്കറിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും, അതിന് വേവാനുള്ള വെള്ളം പച്ചക്കറി തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കൂട്ടത്തില് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് മൂടി വെക്കാം. അതുപോലെ ഗ്യാസ് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. സദ്യക്കുള്ള കൂട്ടുകറികളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് നമ്മുടെ ഈ അവിയൽ എന്ന് പറയുന്ന വിഭവം കേട്ടോ. അവിയലിനുള്ള വെജിറ്റബിൾസ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ അരമുറി തേങ്ങ, പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഇഷ്ടമല്ലാത്തവർക്ക്, ഇപ്പോൾ വെള്ള കളറിൽ വേണം എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്നതല്ലല്ലോ, കടയിൽ നിന്ന് വാങ്ങണല്ലേ. അപ്പം അതിൻ്റെതായ ഇതിനു വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ചേ ഉള്ളൂ. എനിക്കും അതാണ് ഇഷ്ടം. ഇപ്പം അങ്ങനെ ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ നമുക്ക് അതിൻ്റെ നടുക്കൊരു കുഴി പോലെ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ അരച്ച അരപ്പ് ഇട്ട് കൊടുക്കാം.
ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പച്ചക്കറികൾ കൊണ്ട് തന്നെ ആ അരപ്പിനെ മൊത്തം ഒന്ന് മൂടി വെക്കാം കേട്ടോ. നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കുക. തീ എപ്പോഴും കുറഞ്ഞ തീയിൽ വേണം നമുക്കിത് വേവിക്കാൻ. 5 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചതിന് ശേഷം വീണ്ടും തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ വേണം നമുക്ക് നമ്മുടെ മെയിൻ താരം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്, നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അധിക സമയം നമ്മളിത് വെച്ചേക്കാൻ പാടില്ല. തീ ഓഫാക്കിക്കോണം കേട്ടോ. ഒന്ന് തൈര് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അധികം തൈര് ചൂടാവരുത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. തൈര് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല നാടൻ കറിവേപ്പില അതിലേക്ക് ഇങ്ങനെ നടുകെ മുറിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. ഞാൻ തൈര് ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും നമുക്കിതിന് വരുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അവിയൽ നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ തയ്യാർ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെയാണ് എല്ലാ അവിയലും എന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ വയ്ക്കാം. നല്ല രുചിയുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വെച്ചതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്.